ശ്രീനിലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മനം മടുപ്പിക്കുന്നൊരു മൗനം തളം കെട്ടി നിൽപ്പുണ്ട്. ആർത്തി കൊണ്ടും സ്വാർത്ഥത കൊണ്ടും സന്തോഷവും സമാധാനവും അന്യം നിന്ന് പോയ അകത്തളങ്ങൾ. പേരും പെരുമയുമല്ല, ഇട്ടുമൂടാനുള്ള സ്വത്തോ വീമ്പ് പറയാനുള്ള ആഡംബരമോ അല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നത് പോലെ മൂകമായൊരു വിഷാദം അവിടെ പടർന്നു പിടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ മോനെ ഇവിടെ നടക്കുന്നേ? കണ്ണനെ കണ്ടയുടനെ മുത്തശ്ശി അവൻ്റെ കയ്യിൽ പിടിച്ചു. സീതയെയും കൂട്ടി മുത്തശ്ശിയെ കാണാൻ എത്തിയതായിരുന്നു അവൻ. റമിയെ കൊണ്ടിറങ്ങിപ്പോയതിൽ പിന്നെ തിരികെ വന്നിട്ടില്ല. ആദിയും സിദ്ധുവും പറഞ്ഞിട്ട് ഇവിടുത്തെ വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. കണ്ണൻ അവരെ നെഞ്ചോട് ചേർത്തിരുത്തി. അവശത നിറഞ്ഞ ആ ദേഹം അവൻ്റെ ചുമലിൽ ചാഞ്ഞു കിടന്നു. വേദനയോടെ സീതയും ആ കാഴ്ച നോക്കി നിന്നു. അസുഖങ്ങൾ കൊണ്ട് അവശതയ്ക്ക് പുറമെ മനസ്സുലയ്ക്കുന്ന അനുഭവങ്ങൾ കൂടി അവരെ തളർത്തി കളഞ്ഞിരിക്കുന്നു. എത്രയൊക്കെ വീര്യത്തോടെ ശ്രീനിലയത്തിലുള്ളവർക്ക് മുന്നിൽ പിടിച്ചു നിന്നാലും തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ ആ വൃദ്ധയും നീറുന്നുണ്ടായിരുന്നു. താനിരിക്കെ തന്നെ ഇവരിങ്ങനെയാണെങ്കിൽ തൻ്റെ കണ്ണടഞ്ഞാൽ സ്വന്തം കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്വത്തിനു വേണ്ടി തമ്മി തല്ലി ചാവുന്ന കാലവും വിദൂരമല്ലെന്ന് അവർക്കറിയാം. അതൊരു പേടിയായി അവർക്കുള്ളിൽ അവശേഷിക്കുന്നുമുണ്ട്. ഒന്നുമില്ല മുത്തശ്ശി, മുത്തശ്ശി അതൊന്നും ഓർത്ത് വേദനിക്കരുത്. കണ്ണൻ അവരെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാ ദുരന്തങ്ങളും കൂടി ശ്രീനിലയത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടപ്പായിരുന്നു. അതെല്ലാം ഒന്ന് കലങ്ങി തെളിയണ്ടേ? എന്നും ഇങ്ങനെ കടിച്ചു കീറാനും തമ്മിൽ തല്ലാനും മാത്രം നടന്നാൽ പോരല്ലോ. അതിനെല്ലാം ദൈവമായിട്ട് കൊണ്ടു തന്നൊരു അവസരമായിട്ട് കൂട്ടിയാൽ മതി. കണ്ണൻ പറഞ്ഞത് കേട്ട് അവരൊന്നും മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഇത്തിരി നേരത്തെ മൗനത്തിന് ശേഷം മുഖമുയർത്തി കണ്ണനെ നോക്കി മുത്തശ്ശി ചോദിച്ചു. സീതയും കണ്ണന് നേരെയാണ് നോക്കി നിൽക്കുന്നത്. അവൻ്റെ മുഖം മങ്ങി. വലിയ കഷ്ടാണ് മുത്തശ്ശി. അവളാകെ തളർന്നു പോയി. അവനത് പറയുമ്പോൾ ആ വാക്കിന് അല്പം കുറ്റബോധത്തിൻ്റെ കനമുണ്ടെന്ന് തോന്നി സീതയ്ക്ക്. ആ കുറ്റബോധം അവനെ ഒരുപാട് വേട്ടയാടുന്നുമുണ്ട്. അതിലവൻ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. പാവം. അതുവരെയുള്ളത് മറന്നിട്ട് മുത്തശ്ശിയും റിമിയുടെ അവസ്ഥയിൽ വേദനിച്ചു. എത്രയും പെട്ടെന്ന് ഇവളുടെ കഴുത്തിലൊരു താലി കെട്ടി സ്വന്തമാക്കണം നീ. അതിനി വൈകിക്കൂടാ. മുത്തശ്ശി ഗൗരവത്തോടെ കണ്ണനെ നോക്കി പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ സീതയെ നോക്കി. കേൾക്കുന്നുണ്ടോ കണ്ണാ നീയെ? മിണ്ടാതിരിക്കുന്ന കണ്ണൻ്റെ കയ്യിലൊന്ന് തല്ലിക്കൊണ്ട് മുത്തശ്ശി വീണ്ടും ചോദിച്ചു. ഞാനും അതാഗ്രഹിക്കുന്നുണ്ട് മുത്തശ്ശി. പക്ഷേ അവൻ്റെ നോട്ടവും സീതയുടെ നേരെയാണ്. അവളാകട്ടെ ആ നോട്ടം തനിക്ക് നേരെ നീളുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മുഖം കുനിച്ചു. അന്ന് ഇവിടെ നിന്നിട്ട് പറഞ്ഞില്ലേ നീ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഇവളുടെ കൈപിടിക്കണമെന്ന്? കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ ആളും ആരവങ്ങളും മുഴുവനും അറിഞ്ഞിട്ട് തന്നെ ശ്രീനിലയത്തിലെ കൊച്ചുമോൻ്റെ വിവാഹം നടക്കണം. അതിനു വേണ്ടുന്ന ഏർപ്പാട് ചെയ്യാൻ നോക്കണം നീ. മനസ്സിലാവുന്നുണ്ടോ? മുത്തശ്ശി രണ്ടും കൽപ്പിച്ചാണെന്ന് കണ്ണന് മനസ്സിലായി. സീതയുടെയും പാറുവിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുമോ എന്നൊരു കാര്യത്തിൽ അവന് വലിയ തീർച്ചയുണ്ടായിരുന്നില്ല. പക്ഷേ മുത്തശ്ശിയോടത് പറഞ്ഞില്ല. മുത്തശ്ശിയോട് തലയാട്ടി സമ്മതിച്ചുകൊണ്ടവൻ ചിരിച്ചു. പിന്നെയും അല്പനേരം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് കണ്ണൻ ഇറങ്ങിപ്പോയത്. സീത പിന്നെയും കുറച്ചു നേരം കൂടി മുത്തശ്ശിയുടെ മുറിയിൽ തന്നെ ഇരുന്നു. പിറകിൽ നിൽക്കുന്നവരുടെ പത്തി താഴ്ന്നെന്ന് മനസ്സിലായതോടെ സുജയിലും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നി സീതയ്ക്ക് അവരുടെ സമീപനം കണ്ടപ്പോൾ. സംസാരത്തിന് പോലും ഒരു മയം വന്നിരിക്കുന്നു. മുത്തശ്ശിയോട് നല്ല ദയവുണ്ടെന്ന് സീത മനസ്സിലാക്കി. സുജ കേൾക്കാതെ മുത്തശ്ശിയോട് അവളത് ചോദിച്ചു. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചു. സീത ചെല്ലുമ്പോൾ കണ്ണൻ അവൻ്റെ റൂമിൽ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. അവൾക്ക് അവൻ്റെ അവസ്ഥയിൽ നല്ല സങ്കടമുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നതിൻ്റെ നോവും വേവും ആവോളം അവൾക്കറിയാം. ഒറ്റ ദിവസം കൊണ്ട് അവൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് നടന്നത്. അതവനെ ഒരുപാട് തളർത്തി കളഞ്ഞിട്ടുണ്ട്. കണ്ണേട്ടാ. പതിയെ വിളിക്കുമ്പോൾ കണ്ണു തുറക്കാതെ തന്നെ അവനൊന്ന് മൂളി. പോവണ്ടേ? അവനരികിലിരുന്നിട്ട് സീത ചോദിച്ചു. പോണോ? അവളെയും അരികിലേക്ക് വലിച്ചു കിടത്തിക്കൊണ്ടവൻ ചെരിഞ്ഞു കിടന്ന് ചോദിച്ചു. സീത ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ടവനെ നോക്കി. അവൻ അരികിൽ കിടക്കുമ്പോൾ ഉള്ളു തുള്ളുന്നത് ചിരി കൊണ്ടവൾ മറച്ചു പിടിച്ചിരുന്നു. നമുക്ക് കല്യാണം കഴിക്കണ്ടേടി? അവൻ അവളുടെ മുഖത്ത് മുഴുവനും വിരൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതിനിടെ ചോദിച്ചു. വലിഞ്ഞു മുറുകുന്ന ഞരമ്പുകൾ തീ പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും സീത അനങ്ങിയില്ല. മനസ്സറിഞ്ഞ് ഒരു ചരട് കെട്ടിയാൽ പോലും സ്വന്തം ഭാര്യയാണെന്ന് വിശ്വാസമുള്ളവനാ എൻ്റെ ചെക്കൻ. അങ്ങനെ നോക്കുമ്പോൾ കെട്ടൊക്കെ എന്നേ കഴിഞ്ഞു. സീത അവനെ നോക്കി കണ്ണിറുക്കി. ഒരു കൈ തലയ്ക്കടിയിലേക്ക് വെച്ച് മറുകൈ കൊണ്ടവൻ അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു.
ഒന്നും മിണ്ടാതെ അവളുടെ തോളിൽ അവൻ്റെ കൈകൾ താളമിടുന്നതും ആസ്വദിച്ചു കൊണ്ടവൾ കണ്ണടച്ച് കിടന്നു. നേർത്ത ശ്വാസം അവൻ ഉറങ്ങിയെന്ന് തെളിയിക്കുമ്പോൾ സീത കൂടുതൽ കണ്ണനിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. കൈകൾ വിടർത്തി അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നിട്ടും അവൾക്ക് ഉറങ്ങാനായില്ല. മുത്തശ്ശി പറഞ്ഞ വിവാഹകാര്യത്തിൽ ഉടക്കിപ്പോയിരുന്നു അവളുടെ മനസ്സ് മുഴുവനും. ഹരിക്കെന്തായാലും സന്തോഷമായിരിക്കും. അവനും കാത്തിരിപ്പല്ലേ. പാറുവിൻ്റെ കാര്യമാണ്. അതാലോചിക്കുമ്പോഴാണ് മനസ്സിൽ വീണ്ടും നിരാശ നിറയുന്നത്. ഹരിയോടൊത്തിരി സിമ്പതിയൊക്കെ തോന്നി തുടങ്ങിയതെന്ന് നേരെ തന്നെ. പക്ഷേ പെട്ടെന്നൊരു വിവാഹമെന്നൊക്കെ പറയുമ്പോൾ അസ്വസ്ഥതയോടെ സീതയൊന്ന് അനങ്ങിയതും കണ്ണൻ്റെ കൈകൾ ആ ഉറക്കത്തിലും അവളുടെ മേൽ മുറുക്കി. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. സീത കണ്ണൻ്റെ കൂടെ വരുമെന്ന് പറയാൻ വേണ്ടി അവളുടെ വീടിൻ്റെ മുന്നിൽ ഹരി ബൈക്ക് നിർത്തി ഇറങ്ങിയ അതേ നിമിഷമാണ് ലല്ലുവിൻ്റെ കൈയും പിടിച്ച് പാറു ഇടവഴിയിൽ നിന്നും റോഡിലേക്ക് കയറി വന്നതും. ലല്ലുവിനോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അവൾ നടന്നു വരുന്നത്. സെറ്റുമുണ്ടെടുത്തിട്ട് വിടർത്തിയിട്ട മുടിയിഴകളുമായി വല്ലാത്തൊരു ഐശ്വര്യത്തിൽ നിൽക്കുന്ന അവളെ ഹരി കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നുപോയി. ലല്ലുമോള് ഹരിയെ കണ്ട നിമിഷം തന്നെ പാറുവിൻ്റെ കൈവിട്ടുകൊണ്ട് അവനരികിലേക്ക് ഓടിയെത്തി. അങ്കിൾ! അവൻ്റെ മുന്നിൽ വന്നു നിന്ന് ലല്ലു വിളിച്ചിട്ടും പാറുവിൽ ഉടക്കിപ്പോയ മിഴികളും മനസ്സുമായി ഹരി മറ്റേതോ ലോകത്തായിരുന്നു. അങ്കിൾ! ഇപ്രാവശ്യം കൈയെത്തുന്ന ഹരിയുടെ കാൽത്തുടയിൽ കുറുമ്പോടെ അടിച്ചുകൊണ്ട് ലല്ലു വീണ്ടും വിളിക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി. ആ, ആരാ ഇത്? അങ്കിളിൻ്റെ ചുന്ദരി പെണ്ണല്ലേ? ഹരി അവളെ പൊക്കിയെടുത്തുകൊണ്ട് ബൈക്കിൻ്റെ മുന്നിലിരുത്തി. ഞാൻ വിളിച്ചിട്ട് മിണ്ടിയില്ലല്ലോ. പോ, ഞാനും മിണ്ടില്ല. ലല്ലു അവനോട് പിണങ്ങിയ പോലെ മുഖം വീർപ്പിച്ച് പിടിച്ചു. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ. എൻ്റെ പൊന്നുമോള് പിണങ്ങിയ എനിക്ക് സങ്കടം വരുവേ. ഹരി അവളുടെ കുഞ്ഞിക്കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ലല്ലുവിന് ചിരി വന്നിരുന്നു അവൻ്റെ ആ കൊഞ്ചൽ കേട്ടപ്പോൾ. ഹരിക്ക് പാറുവിനെ നോക്കാനൊരു ചമ്മൽ തോന്നിയിരുന്നു. അവളുടെയും സ്ഥിതി അത് തന്നെ. സീത കണ്ണൻ്റെ കൂടെ ശ്രീനിലയത്തിലേക്ക് പോയി. വൈകിട്ട് വരും. പാറുവിനെ നോക്കി ഹരി പറഞ്ഞു. നേർത്തൊരു ചിരിയോടെ പാറു തലയാട്ടി. എവിടെ പോകുക അമ്മയും മോളും? ലല്ലുവിനെ ഇറുക്കി പിടിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. ചോദ്യം പാറുവിൻ്റെ നേരെ നോക്കിക്കൊണ്ടായിരുന്നു. അമ്പലത്തിൽ പോകുക അങ്കിൾ. പിണക്കം മറന്നുകൊണ്ട് ലല്ലുവാണ് ഉത്തരം പറഞ്ഞത്. ആഹാ, കൊള്ളാലോ. അങ്കിളിനെ കൂടി കൊണ്ടുപോവോ? പാറുവിനെ നോക്കിയൊരു കള്ളച്ചിരിയോടെ ഹരി ചോദിച്ചു. കൊണ്ടുപോവോ അമ്മേ? ലല്ലു പെട്ടെന്ന് പാറുവിനോട് ചോദിച്ചു. അവൾ എന്തുത്തരം പറയുമെന്ന് ആദിയോടെ ലല്ലുവിനെ നോക്കി കണ്ണുരുട്ടി. ഹരിക്ക് ചിരി വന്നു അവളുടെ ഭാവങ്ങൾ കണ്ടപ്പോൾ. അങ്കിൾ പാവല്ലേ അമ്മേ, ഒറ്റയ്ക്ക് പോവാൻ പേടിയായിട്ടാ അല്ലേ അങ്കിളെ? പാറുവിനെ നോക്കി ദയനീയമായി ലല്ലു ചോദിക്കുന്നതിനിടയിൽ ഹരിയെ തോണ്ടി ലല്ലു കണ്ണടച്ച് കാണിച്ചു. അവളുടെ അതേ ഭാവത്തിൽ ഹരിയും പാറുവിനെ നോക്കി. അവൾ ആകെ കെണിയിൽപ്പെട്ടതുപോലെ കുഴഞ്ഞു. പ്ലീസ് അമ്മ, അങ്കിളും കൂടി വന്നോട്ടെ. ലല്ലു കൊഞ്ചുന്നത് നിർത്തിയില്ല. ഞാൻ ആക്കി തരട്ടെ പാറു അമ്പലത്തിലേക്ക്? ഹരി ചോദിച്ചത് കേട്ടിട്ട് പാറു അവനെ നോക്കി. പ്ലീസ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ നിർബന്ധിക്കില്ല. ആ ഒരു അവസരത്തിന് അങ്ങേയറ്റം കൊതിയുണ്ടായിട്ടും അതവളെ വേദനിപ്പിക്കുമോ എന്നൊരു ഭയത്തോടെ ഹരി പറഞ്ഞു. ഒരു നിമിഷം കൂടി അറച്ചു നിന്നിട്ട് പാറു വന്നവൻ്റെ പിറകിൽ കയറി. ഹരിക്ക് ഹൃദയം നിലച്ചതുപോലെ തോന്നി. അവനൊരിക്കലും നടക്കില്ലെന്ന് കരുതിയൊരു സ്വപ്നം പൂവണിഞ്ഞ സന്തോഷം അതവനെ ശ്വാസം മുട്ടിച്ചു. ലല്ലു ആഹ്ലാദത്തോടെ ഉറക്കെ കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട്. തന്നെയാകെ പൊതിഞ്ഞൊരു കുളിരിൽ വിറച്ചുകൊണ്ടാണ് ഹരി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും വളരെ പതിയെ അത് മുന്നോട്ടെടുത്തതും. എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും മിററിൽ കൂടി കള്ളനെ പോലെ ഹരിയുടെ കണ്ണുകൾ പാറുവിനെ തഴുകി തലോടി. ഓരോ നോട്ടത്തിലും പിടഞ്ഞുകൊണ്ട് പിന്നിലേക്ക് മായുന്ന പാറുവിൻ്റെ മുഖം അവനുള്ളിൽ ആഹ്ലാദമാണ് നൽകിയത്. ഒരിക്കലും തീരരുതെന്ന് അവൻ അത്രമാത്രം കൊതിച്ചുപോയൊരു യാത്ര. താൻ വിളിച്ചതുകൊണ്ടാണ് അവൾ കൂടെ വന്നതെന്ന് ഓർമ്മയെ അവനെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. മറ്റാർക്കും പകരമാവാത്ത എന്തോ ഒരു സ്പെഷ്യലുണ്ട് ഹരിക്കവളിൽ. വാക്കുകളുടെ ഭംഗിയിൽ പറഞ്ഞാൽ അവൻ്റെ സന്തോഷത്തിൻ്റെ അവസാന വാക്ക് അത് അവളിലല്ലേ. എണ്ണമില്ലാത്തത്ര രാവുകളിൽ കണ്ടു കൊതിച്ച സ്വപ്നമല്ലേ. 1000 കഥകൾക്കുള്ളിൽ നിറച്ചാലും തീരാത്ത പ്രണയമില്ലേ അവനിൽ അവൾക്കായി. ഹരിയുടെ ഉള്ളം പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടി. അവനിലേക്ക് നിഴൽ പോലും വീഴരുതെന്ന് വാശിയുള്ളതുപോലെ അകന്നു മാറിയിരിക്കുന്ന പാറുവിൻ്റെ മനസ്സിലും പഞ്ചാരി മേളമായിരുന്നു. ഹരിക്കും പാറുവിനും ഉണ്ടായ മാറ്റങ്ങളൊന്നും അറിയാതെ മുന്നിലെ ഓരോ കാഴ്ചകളിലും മിഴികളുടക്കി ആർത്തിച്ചിരിക്കുന്ന ലല്ലുമോള്. അവളായിരുന്നു ആ യാത്ര ഏറ്റവും കൂടുതൽ ആസ്വദിച്ചതും.